രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായം കൂടിയാണ് ഈ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾ ചെയ്യാറില്ലെന്നറിയോ, അവനൊക്കെ ഒരുപാട് വലുതായില്ല, അല്ലെങ്കിൽ അവൾ ഒരുപാട് വലുതായില്ലേ, ഇനിയിപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും, ഞാൻ എല്ലാത്തിലും ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ്. കുട്ടികളും തന്നെ രക്ഷിതാക്കളിൽ നിന്ന് അല്പം അകലാൻ ആ ഒരു പ്രായം ഇടയാക്കാറുണ്ടെന്നുള്ളതാണ്. എന്തിനും ഏതിനും പിന്നാലെ പോസ്റ്റ്മോർട്ടം നടത്തി അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ കാര്യത്തിലും ഇടപെട്ട് പോകുന്ന രക്ഷിതാക്കൾ അത് കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഓട്ടോണോമിയാണ്, ഒരു ഫ്രീഡാണ്. കാരണം അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെ പ്രായമാണത്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിത്വ പ്രതിസന്ധി എന്ന് പറയും. അതായത് ഞാൻ ഒരു പുരുഷനാവുന്നു, ഞാനൊരു സ്ത്രീ ആവുന്നു, ഈ ഒരു സ്റ്റേജാണ് മെൻസ്ട്രേഷൻ പീരീഡ്. അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുരുഷ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പക്വത എത്തുന്ന ആ ഒരു പ്രായം. ആ സമയത്ത് മീശ മുളക്കുന്നു, സ്വരത്തിൽ മാറ്റം സംഭവിക്കുന്നു, സ്കെല്ലുണ്ടാവുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻസ്ട്രേഷൻ ആരംഭിക്കുന്നു. ഇതൊക്കെ അവരിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു, ബയോളജിക്കൽ ചേഞ്ചസ് അല്ലേ, ജീവശാസ്ത്രപരമായ മാറ്റം. സ്വാഭാവികമായിട്ട് അവരൊരു സംഘർഷാവസ്ഥയിലാണ്. കാരണം വലിയ കുട്ടിയായിട്ടുണ്ടാവും, പക്ഷേ പക്വത വന്നിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഒരു ചെറിയ കുട്ടിയുടെ റോൾ അവർ അഭിനയിക്കാൻ ചെന്നാൽ ഇത്ര വലിപ്പല്ലടാജി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചാടും. ഇനി വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ ഒരു കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും താഴ്ത്തും. ഇപ്പോൾ രണ്ടിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു മാറുകയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ വലുതാണോ ചെറുതാണോ എന്നുള്ള സംശയത്തിൽ കുട്ടികൾ എത്തിപ്പെടുകയാണ്. അതായത് സമൂഹം അവരെ അംഗീകരിക്കുന്നില്ല. ഈ അംഗീകരിക്കപ്പെടാത്തതിൻ്റെ തിരസ്കരണത്തിൻ്റെ ഒരു ടെൻഷൻ, ഒരു എജിറ്റേറ്റഡ് മൂഡ് അവരുടെ എല്ലാറ്റിലും ഉണ്ട്. പിന്നെ അവരെടുക്കുന്ന പലതും എടുത്തുചാട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ സാധാരണഗതിയിൽ ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു പ്രിൻസിപ്പൽ കുട്ടികളെ നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്ന ആ രംഗം കണ്ടുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. സത്യത്തിൽ അവരുടെ പ്രായത്തിൻ്റേതായ കുറേ വൈകല്യങ്ങളാണ് ആ പ്രായത്തിൽ അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അധ്യാപകന് പ്രിൻസിപ്പൾക്ക് അത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ അച്ചടക്കം ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് പ്രിൻസിപ്പാളെ കുറ്റപ്പെടുത്താനും പറ്റില്ല. എന്നാൽ കുട്ടികളെ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ സമൂഹത്തിൻ്റെ നേർപ്പതിപ്പാണ് കുട്ടികളും. സമൂഹത്തിൽ നിന്ന് ഒരുപാട് സമ്മർദ്ദങ്ങൾ ആ കുട്ടികളുടെ ചുമലിലുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളാണ് ചിലത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ തന്നെ നമ്മളോട് ചോദിക്കില്ല, എന്തിനാ ഇപ്പോൾ ഞാൻ ഈ സൈനും കോഴ്സും ഒക്കെ പഠിച്ചു, വല്ല ഉപകാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് പ്രാക്ടിക്കലായി ലൈഫ് സ്കിൽസിനെ പ്രചോദിപ്പിക്കുന്ന വിദ്യാഭ്യാസമോ ഓണ്ടർപ്രണർഷിപ്പിനെ, സംരംഭകത്തെ പ്രചോദിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഒന്നുമല്ല നമ്മൾ കൊടുക്കുന്നത് അല്ലേ. 12 കൊല്ലവും 15 വർഷം പഠിച്ചിട്ട് പോലും സ്വന്തമായിട്ട് ഒരു 10 രൂപ ഉണ്ടാക്കാനുള്ള അറിവ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഗതി നമ്മൾ ഈ കുട്ടിക്ക് കൊടുക്കണേ? നമ്മളതും ചിന്തിക്കണ്ടേ. കുറേ കാലമായാലും വിദ്യാഭ്യാസിക്കുന്നു. ഇപ്പോൾ നമ്മെപ്പോലുള്ള അധ്യാപകർക്കൊക്കെ ഇന്ന് എനിക്ക് പെൻഷനും നിങ്ങളെപ്പോലുള്ള